അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. നമ്മളിൽ ഭൂരിഭാഗം ആൾക്കാരും ചായപ്രേമികളാണല്ലേ. ഞാനൊരു ചായപ്രേമിയാണ്. അപ്പോൾ നമ്മുടെയൊക്കെ മനസ്സിലൊരു പ്രത്യേക സ്ഥാനമുള്ള രാജാവാണ് മസാല ചായ. അപ്പോൾ ഇന്ന് നമുക്ക് നല്ലൊരു മസാല ചായ ഉണ്ടാക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാനൊരു ചായപ്പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ വെള്ളം ചേർത്ത് കൊടുത്ത് അതും ചെറുതായി ചൂടായി വരുന്ന ടൈമിലേക്ക് ഞാൻ അതിലേക്ക് 4 ഏലക്ക, പിന്നെ 2 ഗ്രാമ്പു, ഒരു മീഡിയം സൈസ് പട്ട, ഇതെല്ലാം കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണേ. ഇതെല്ലാം ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഈ ചായയുടെ മെയിൻ താരമായ ഇഞ്ചി കൂടി നല്ല രീതിയിൽ ചതച്ചെടുത്തതും കൂടി ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഈ വെള്ളം നമുക്ക് നല്ല രീതിയിലൊന്ന് തിളപ്പിക്കാം കേട്ടോ. അതായത് ഈ മസാലകളുടെ ഗുണവും മണവും ആ വെള്ളത്തിലേക്കൊന്ന് പൂർണ്ണമായി ഇറങ്ങി കിട്ടുന്ന രീതിയിൽ നമുക്ക് നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുക്കാം. നല്ല രീതിയിലൊന്ന് തിളപ്പിച്ചെടുത്തതിന് ശേഷം ഇതിലേക്ക് ആവശ്യമുള്ള തേയിലപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് 3 ടീസ്പൂൺ തേയിലപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യത്തിനുള്ള തേയിലപ്പൊടി എല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം ഈ തേയില നല്ല രീതിയിൽ വെന്ത് നല്ല രീതിയിൽ കടുപ്പ് ഇറങ്ങി കിട്ടുന്നത് വരെ നമ്മൾ ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ആ മസാലകളും ചായപ്പൊടിയും ചേർന്ന് വരുന്ന ആ ഒരു ടൈമിൽ തന്നെ നമുക്ക് നല്ലൊരു മണം കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ചായപ്പൊടിയൊക്കെ വെന്ത് നമുക്ക് നല്ലൊരു കടുപ്പ് ഇറങ്ങി കിട്ടിയിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഞാൻ ഇതിലേക്ക് 1 ഗ്ലാസ് കട്ടിപ്പാലാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പാൽ ഒഴിച്ചെടുത്തതിന് ശേഷം ഞാനിതിലേക്ക് ജസ്റ്റ് ഒരു സ്പൂണിട്ട് നല്ല രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു ടൈമിൽ തന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ലാസ്റ്റാണ് പഞ്ചസാര ചേർക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ചായ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അത് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്നും കൂടെ തിളപ്പിക്കാൻ ശ്രമിക്കുക. കാരണം ചായ നന്നായി തിളയ്ക്കുന്നതനുസരിച്ച് മാത്രമേ നമുക്ക് ഇതിൻ്റെ ഒരു രുചി കിട്ടുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചായ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് ഞാനൊരു പാത്രത്തിലേക്ക് അരിച്ച് മാറ്റിയതിന് ശേഷം നമ്മളെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ മസാല ചായ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും പിന്നെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ ബൈ ഫ്രണ്ട്സ്. അസ്സലാമു അലൈക്കും.